അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരഞ്ഞെന്ന് തന്നെയല്ലേ പറയുക, നമ്മൾ മീനൊക്കെ വരയണ പോലെ നന്നായിട്ട് മസാല കയറാനായിട്ട്. സോറി ഗൈസ്, എൻ്റെ നെയിൽ പോളിഷ് പോയി, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭാവിയിൽ എന്ന് പറയുമ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടേക്ക് എല്ലാവരും വരുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ കരുതിയിട്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. അത്രേ പാനിക്കൊള്ളുള്ളൂ. ശരി, അപ്പോൾ കോഴി മുട്ട എടുത്തിട്ടുണ്ട്. പുഴുങ്ങി ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിക്കണ്ടല്ലോ, വെറുതെ എന്തിനാ ഞാൻ രാമായണം ഇങ്ങനെ വായിക്കണം, എല്ലാവർക്കും അറിയണ കാര്യം. ആകെയുള്ളൊരു കാര്യം, മുട്ടയുടെ ഉണ്ണി ബ്ലാക്ക് കളർ ആവണ വരെ നിങ്ങൾ ഇട്ട് ഇങ്ങനെ തിളപ്പിക്കരുത് കേട്ടോ. ബിരിയാണിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അത് കുറേ നേരം ഇങ്ങനെ കിടക്കുമ്പോൾ ആ ടേസ്റ്റ് പോവും. നല്ല ചക്കര യെല്ലോ കളർ ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം മുട്ട ഇങ്ങനെ വരഞ്ഞു വെക്കുക. അതിനുശേഷം നമുക്ക് ഈ മുട്ട എരിപൊരിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് വേണം, കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് കുരുമുളക് പൊടി വേണം, നല്ല ഫ്രഷ് വീട്ടിലുണ്ടായ കറിവേപ്പില. അങ്ങനെ നിർബന്ധമില്ല, ഇവിടെ ഉള്ളത് കൊണ്ട് എൻ്റെ അഹങ്കാരം ഞാനൊന്ന് പറഞ്ഞു മാത്രം. കുറച്ച് കറിവേപ്പില വേണം, മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ തന്നെ ഗരം മസാല. ഇത്ര സംഗതിയേ വേണ്ടൂ.